ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ ഹോസ്റ്റൽ വിഷമം ഞങ്ങളുടെ റൂം നമ്പർ 1 ഹായ്, ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല, പക്ഷേ എങ്ങനെയൊക്കെയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഓൾറെഡി മെഹന്തി ഇട്ടു. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം അതെങ്ങനെയൊക്കെയോ കോളായിപ്പോയി. പിന്നെ ഞാനതെങ്കിൽ തുടച്ച് കളഞ്ഞു. അപ്പം ഇന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുങ്ങും, പുറത്തു പോകും. വാക്കിംഗ് ടൈമിൽ ഞങ്ങൾ പുറത്തു പോകും, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും, പിന്നെ തിരിച്ചു വരും. പിന്നെ രാത്രി നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡ് അടിക്കും. അപ്പം അതൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ലക്ഷ്മി എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു ഐഡിയയിൽ എന്തൊക്കെയൊക്കെയോ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ പറയണം. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം. ഞാനിതൊക്കെ അടുത്തൊരു ലോങ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നുമില്ല, ശരിക്കും ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് തന്നെയാണ് ഒന്ന് ഓർഡർ ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ഇനിയൊരു 10 ദിവസം കൂടി, ഒരു 31st ആയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റേതായ ലീവുകളോ കാര്യങ്ങളൊന്നുമില്ല. കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ക്ഷമിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിൾ അത്രയല്ലേ? അപ്പുറത്തെ കയ്യില്ലേ? ഒരു കയ്യിലേ ഉള്ളു. ഇതെന്ത് ചന്ദ്രനാ? ഈ ചന്ദ്രൻ കൊള്ളത്തില്ല. നീ പറഞ്ഞേ, നീ വരച്ച കൂടെ ഞാൻ ഇട്ടിരിക്കുന്നേ വലിയ ചന്ദ്രനാ. എന്നെ ഒഴിവാക്കി. നീ വരച്ചതിനേക്കാളും കൊള്ളാം. യെസ് ഗൈസ്, വലിയ ചന്ദ്രൻ ബോഡി കിട്ടും. ഇനി നമുക്ക് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കാം. ഞാനൊരു ബ്ലൂ കളർ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തു, പക്ഷെ എനിക്ക് വയലറ്റ് കളറാണ് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിനി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ അത് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആദ്യം ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് സൺസ്ക്രീൻ, പിന്നെ നമുക്ക് ബാക്കി കാണാം. ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് ഉപയോഗിക്കാറ്. ഇതെനിക്ക് ഡോക്ടർ തന്നതാ. നാട്ടിലും ഭയങ്കര ചൂടാണെന്ന് എനിക്കറിയാം. എന്നാലും നാട്ടിലെങ്ങനെയുണ്ട് കാലാവസ്ഥ? ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പം. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് തണുപ്പാണെങ്കിൽ നാളെ ചൂട്, പിന്നെ നാളെ കഴിഞ്ഞ് മഴ. പിന്നെ നൈക്കയുടെ ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ അധികം എഡിറ്റ് ചെയ്യാനും നിൽക്കുന്നില്ല. ഞാനിത് റോ ആയിട്ട് തന്നെ ഈ വീഡിയോ ഇടാന്നേ വിചാരിക്കുന്നത്. കുറേ എഡിറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ വലുതായിട്ട്. ഇങ്ങനെ ഫോൺ നോക്കി ഇടാനൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ വിങ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു വിങ്സ് 2 സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ അതികൂളായിട്ട് എനിക്ക് ഇടാനൊന്നും വലിയ പ്രൊഫഷണലായിട്ട് അറിയില്ല. അപ്പം 2 സൈഡിലും ചെറിയ വിങ്സ് ഇട്ട് കൊടുക്കുക. എനിക്ക് ഐലാഷസ് നല്ല തിക്കായിട്ട് കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അറ്റം വരെ ഞാൻ തൂണ്ടിയെടുത്തു. നമുക്കങ്ങനെ, കാരണം ഇത് ഓർഡർ ചെയ്ത് 2 വട്ടം ഓർഡർ ചെയ്ത് ക്യാൻസലായി പോയി. കാരണം എന്താ വെച്ചാൽ ഇതേ 2 വട്ടം ഓർഡർ ചെയ്തും ഇത് 2 വട്ടം ഇത് ക്യാൻസലായിപ്പോയി. പിന്നെ ഞാനിത് ഈ അറ്റം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ്. എനിക്കിതല്ലാതെ വേറെ ഷെയ്ഡ് എൻ്റെ മുടിയുടെ ചട നന്നായിട്ട് കളയണം. കുറേ ആൾക്കാർ എന്നോട് ഹെയർ റുട്ടീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് മാത്രമുള്ളേ. അപ്പം എല്ലാം കംപ്ലീറ്റ് ആയി. ഇതാണ് അപ്പം എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞങ്ങളിന്ന് ചെറിയ ഷൂട്ടൊക്കെ ആയിട്ട് ടർഫിലേക്ക് പോവാം. അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ അബായ ഓർഡർ ചെയ്തു, പക്ഷെ കിട്ടിയില്ല.
എങ്ങനെയുണ്ട് ലുക്ക് ഇഷ്ടപ്പെട്ടില്ലോ കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്യണേ. ടർഫ് പോയപ്പോ ഒരു ഫാമിലി കളിക്കുന്നുണ്ട്, അപ്പൊ അവർ സമ്മതിക്കൂല്ലേ നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അവർ കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പ്ലാൻ മാറ്റി. ഇനി അവിടെ കയറ്റുമോ എന്തോ ആർക്കറിയാം. എപ്പൊ ഞങ്ങള് ഇങ്ങനെ വന്നാലും എപ്പോഴും ഈ ഫാമിലി തന്നെ കാണും. ഈ ഫാമിലി തന്നെ എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാം. അവരില്ലായിരുന്നെങ്കിൽ പറ്റിയാണ്. ക്ലാസ് ഇല്ലെന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് കുറച്ചാൾ ഡ്യൂട്ടി കാണും ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെ കുറച്ചാൾ ഇവിടെ നിൽക്കേണ്ടി വരും. പിന്നെ 2 മാസം കഴിയുമ്പോൾ എക്സാമിന് 1 മാസം നിൽക്കേണ്ടി വരും. ഇങ്ങനെ 15 days ഞങ്ങൾക്ക് ഡ്യൂട്ടിയാ. അതും കൂടി കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എക്സാമിന് വന്നാൽ മതി. പിന്നെ 1 മാസം ഇവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് ഫുള്ളി വെക്കേഷൻ. വിഷമമുണ്ടോ? വിഷമമില്ല. വിഷമമുണ്ട് കുറച്ച്. എന്താ ഏറ്റവും കൂടുതൽ വിഷമം? അത് നമ്മുടെ ഹോസ്റ്റലില് വിഷമം. ഞങ്ങളുടെ റൂം നമ്പർ 1. നമ്പർ 1 ഞങ്ങൾ എല്ലാം കൊണ്ടും പേര് കേട്ടതാ. തല്ലിപിടുത്തത്തിന് തല്ലിപിടുത്തം. യൂട്യൂബ് പറഞ്ഞ ഇപ്പൊ ജീവിക്കണ്ട. യൂട്യൂബർ റൂം അങ്ങനെയാ പറയുന്നേ. അതാ. പക്ഷെ ഞങ്ങളുടെ റൂമില് എന്തൊക്കെയോ ഒരിതുണ്ട്. ഇത് മുറിക്കുന്നതിന് കുറച്ച് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. നീ ശാസ്ത്രീയ വശം നോക്കാതെ മുറിക്ക്. പിന്നെ ഈ കൊച്ചു കത്തി കൊണ്ട് എങ്ങനെ മുറിക്കാനാ? ഞങ്ങളുടെ കത്തിയാണിത്. ഞങ്ങൾ 4 വർഷമായിട്ട് ഈ കത്തി ഉപയോഗിക്കുന്നു. ഇല്ലില്ല. നിങ്ങൾക്ക് എസ്തറിനെ കാണുമ്പോ ഏതെങ്കിലും സിനിമ നടിയുടെ ലുക്ക് വരുന്നുണ്ടോ? ആരാണ് പറ? ഇതെടുത്തില്ല. ഇത് എത്ര വർഷം മുന്നേ കണ്ടുപിടിച്ച റെസിപ്പിയാ? ഇത് 2 minutes before. ഓ, ബിരിയാണി സാധാരണ ഒരു ടിന്നില് തരും, വൈറ്റ് ടിന്നില്. ഇതൊക്കെ എന്താ അറിയില്ല. വാഴയിലാണ് തോന്നുന്നു. ഞാൻ പറയുന്നു വാഴയില എന്താണ്? ഞാനും പറയുന്നു അല്ല. അയ്യേ എസ്തർ ചമ്മി. വാഴയിലാണ്. അയ്യേ ലക്ഷ്മി ചമ്മി. കണ്ടേ എസ്തർ എപ്പോഴും ഇങ്ങനെ കളിയാക്കും. ആരാ തുടങ്ങിയേ? ലക്ഷ്മി ചേച്ചി. പൊതു ബിരിയാണി വാഴയിലാണ്. പൊതു ബിരിയാണി വാഴയിലാണ്. എനിക്ക് ആകെ 21 വയസ്സേ ഉള്ളൂ. പക്ഷെ ഇവളുമാരെന്നെ ചേച്ചിനെ വിളിച്ച് കളിയാക്കുന്നതാണ്. അല്ല, ഇവിടെ എന്നെക്കാളും നിൽക്കുക. പക്ഷെ അല്ല, ഞാനാണ് ഏറ്റവും ചെയ്യുന്നത്. 25 വയസ്സുണ്ട്. ഇതൊക്കെ അവള് കട്ട് ചെയ്യും കേട്ടോ. എനിക്കറിയാം. ഈ ബിരിയാണിയിൽ എന്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ സാലഡ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തലശ്ശേരി പോയി. എന്നിട്ട് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു. അപ്പൊ അവിടെ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ബിരിയാണി ഈ ഫുഡൊന്നും റെഡിയാവുന്നില്ല. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ നിർബന്ധം പിടിച്ചവിടെ സീ ഫുഡ് ബിരിയാണി വാങ്ങിച്ച് ഞങ്ങള് ഒരു ട്രിപ്പ് സാലഡ് കൊണ്ടുവന്നു. 2ാമത്തെ ട്രിപ്പ് കൊണ്ട് തന്നു. 3ാമത്തെ ട്രിപ്പ് കൊണ്ട് തന്നു. 4ാമത്തെ ട്രിപ്പ് ആയപ്പോ ഞങ്ങൾ പറയാതെ തന്നെ പുള്ളി കൊണ്ടുതന്നു ഇങ്ങോട്ട്. പിന്നെ ഞങ്ങൾ ചേട്ടാന്ന് പറയാൻ തിരിയുമ്പോ തന്നെ പുള്ളി സാലഡുമായിട്ട് വരും. അവിടെ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ സാലഡ് പ്രിയരാണ്. അപ്പൊ നമ്മുടെ മീനെന്നൊരു കഷ്ണം എടുത്തിട്ട്, അല്ലെ കണ്ടോ, നമ്മുടെ മീനെന്നൊരു കഷ്ണം എടുത്തിട്ട് ഈ റൈസിലോട്ട് വെച്ചിട്ട് കുറച്ച് സാലഡില്ല കുറച്ച് സാലഡൊക്കെ വിട്ടിട്ട് ഒരു വാ അടിപൊളി. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല റാഹത്തായി. ഇനി ലക്ഷ്മി സ്പെഷ്യൽ കൊള്ളാടി. ആ നല്ല ടേസ്റ്റ് ഉണ്ട്.